അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഏദൻ തോട്ടത്തിൽ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ പ്രാകൃത സ്വഭാവമുള്ള മനുഷ്യനായി തീർന്നു. അതിൻ്റെ പ്രതിഫലനമാണ് നാം കായീനിൽ കണ്ടത്. വ്യക്തമായി യഹോവ കായീനോട് സംസാരിക്കുകയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? തൻ്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല എന്നതായിരുന്നു കായീൻ്റെ പരാതി. തന്നെയുമല്ല, തൻ്റെ സഹോദരനായ ഹാബേലിൻ്റെ യാഗം ദൈവം സ്വീകരിക്കുകയും ചെയ്തു. ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കായീന് തൻ്റെ സഹോദരനോട് കോപം വന്നപ്പോൾ അവൻ്റെ മുഖം വാടി. കായീൻ്റെ മുഖം വാടിയത് കണ്ട കർത്താവിന് കാര്യം മനസ്സിലായി. ആരംഭത്തിൽ തന്നെ അവസാനവും കാണുവാൻ കഴിവുള്ള യഹോവ കൃത്യമായി കായീനോട് പറഞ്ഞു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഇന്നും ദൈവം സകല മനുഷ്യരോടും പറയുന്ന കാര്യമാണിത്. മനുഷ്യ, നീ പാപത്തെ കീഴടക്കണം എന്നാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ പാപം നമ്മെ കീഴടക്കും. ഇവിടെ പാപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കുന്ന ദുരാത്മാവ് എന്നാണ്. എല്ലാ കാലത്തും ദുരാത്മാവ് നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാം അതിനെ കീഴടക്കണം. എന്നാൽ ഉള്ള സത്യം പറഞ്ഞാൽ നമുക്കതിന് സാധിക്കുകയില്ല എന്ന് ബൈബിൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അതിനുത്തരമായി യേശു പറഞ്ഞു, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യമാണ് നാം കേട്ടത്. രക്ഷിക്കപ്പെടുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന് ദൈവത്തിന് അറിവുള്ളത് കൊണ്ടാണ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നതും അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിൽ ചിന്തിയതും. ഇന്ന് പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഞാൻ പാപിയാൻ കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ ക്രൂശിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ നിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ഇനിമേൽ പാപം ചെയ്യാതെ ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന് യേശുവിനോട് പറഞ്ഞാൽ മാത്രം മതി. അവൻ നമ്മുടെ മുഴുപാപവും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കാമെങ്കിൽ നിശ്ചയമായും പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. യേശു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മൂലം സാത്താനെയും അവൻ്റെ സൈന്യമായ ദുരാത്മാക്കളെയും കാൽവരി ക്രൂശിൽ യേശു കീഴടക്കി. അതിനാൽ പാപത്തെ ജയിക്കുവാൻ നിന്ന് നമുക്ക് കഴിയും. നാം അതിന് താല്പര്യം കാണിക്കണം എന്ന് മാത്രം. ദൈവം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നത് തൻ്റെ സുവിശേഷത്തിൽ കൂടിയാണ്. ഈ സുവിശേഷത്തിന് യേശു പറഞ്ഞിരുന്ന പേര് ദൈവപുത്രൻ്റെ ശബ്ദം എന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ വാക്യത്തിൽ കേൾക്കുകയും കേൾക്കുന്നവർ എന്നീ വാക്കുകളിൽ കേൾക്കുന്നവർ എന്ന 2-ാമത്തെ വാക്കിനർത്ഥം അനുസരിക്കുന്നവർ എന്ന് മനസ്സിലാക്കി നാം വായിക്കണം. ആദാമിനോട് ദൈവം ആദ്യ സുവിശേഷം പറഞ്ഞു, തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്നായിരുന്നു ബൈബിളിലെ ആദ്യ സുവിശേഷം. രക്ഷയുടെ സുവിശേഷം ആയിരുന്നു അത്. ആദാം വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് യഹോവയുടെ സുവിശേഷം അനുസരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. 2-ാമതും ദൈവം കായീനോട് സുവിശേഷം പറയുന്നു, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. എന്നാൽ കായീനും സുവിശേഷം അനുസരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം
ആദാമിൻ്റെ പാപത്തിന് യഥാർത്ഥ പരിഹാരം നടക്കാതിരുന്നതിനാൽ കായീനിലെ ദുരാത്മാവ് അവനെ കൊണ്ട് സ്വന്തം സഹോദരനെ കൊല്ലിച്ചു. മനുഷ്യന് ദൈവത്തെ കൂടാതെ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് യേശു എന്ന നാമത്തിൽ കാലിൽ ക്രൂശിൽ സകല മനുഷ്യരുടെയും പാപവും ശാപവും സ്വന്തം ശിരസിൽ വഹിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടു. പാപത്തിന് പരിഹാരം ആകുവാൻ തൻ്റെ നിഷ്കളങ്കമായ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഉണ്ടാവുകയില്ല എന്ന ദൈവവചനം അനുസരിച്ച് തൻ്റെ രക്തത്താൽ നമുക്ക് പാപത്തിൽ നിന്നും പൂർണ്ണ മോചനം തന്നു. ഇന്ന് നാം ആഗ്രഹിച്ചാൽ പാപത്തെ ഉപേക്ഷിക്കുവാൻ കഴിയും എന്ന് നാം മറക്കരുത്. കാരണം ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രൂശിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പാപം അംഗീകരിക്കുകയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യണം. ദൈവം യേശു മുഖാന്തരം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുവെന്ന് നമ്മുടെ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എത്ര വലിയ പാപത്തിൻ്റെ ബന്ധനവും അഴിച്ചു കളയുവാൻ ക്രൂശിൻ്റെ വചനത്തിന് കഴിയും നാം അനുസരിച്ചാൽ. പാപത്താൽ മരിച്ച വ്യക്തി ക്രൂശിൻ്റെ വചനം കേട്ട് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ആ വ്യക്തിയുടെ ആത്മാവ് വീണ്ടും ജീവിക്കുകയും ആ വ്യക്തിയുടെ ആത്മാവിന് വീണ്ടും ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള കഴിവ് ലഭിക്കുകയും പുതിയൊരു സൃഷ്ടിയായി ആ വ്യക്തി മാറുകയും ചെയ്യുന്നു. ആ കാര്യമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കേട്ടത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പഴയത് എന്നത് മണ്ണുകൊണ്ടുള്ള ആദാമിൻ്റെ പിതൃത്വവും പുതിയത് എന്നത് ഒടുക്കത്തെ ആദാമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതൃത്വവും സൂചിപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട വേദ അധ്യാപകനാണ് ഡോക്ടർ C.A. സ്കോഫീൽഡ്. ഒരു മദ്യപാനിയായി യാതൊരു പ്രതീക്ഷയും വകയില്ലാതെയാണ് സ്കോഫീൽഡ് തൻ്റെ യൗവനം ചെലവഴിച്ചത്. ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുകയോ സഭയിൽ പോവുകയോ ചെയ്യുമായിരുന്നില്ല. സ്കോഫീൽഡ് ഇങ്ങനെ തുടർന്നു: ഞാൻ സുവിശേഷം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഒരു സഭയ്ക്കും പ്രതീക്ഷയില്ലായിരുന്നു. ആളുകൾ എന്നെ കണ്ടാൽ വഴിമാറി നടന്നു തുടങ്ങി. എന്നാൽ കർത്താവ് എന്നെ തേടി വന്നു. തോമസ് മാർക്ക് പീറ്റേഴ്സ് എന്ന വ്യക്തിയിലൂടെ യേശു ക്രിസ്തു തന്നെ എനിക്ക് വെളിപ്പെടുത്തി. പഴയ ഒരു പോക്കറ്റ് ബൈബിളിൽ നിന്നും വിടുതലിൻ സന്ദേശം പീറ്റേഴ്സ് വായിച്ചു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ഫിലിപ്പിയിൽ കാരാഗ്രഹ പ്രമാണിയെ പോലെ ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന്. പീറ്റേഴ്സ് ബൈബിളിൽ നിന്നും വീണ്ടും വേദഭാഗങ്ങൾ വായിച്ചു. ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. മദ്യപാനാസക്തി മാറ്റപ്പെട്ടു. ദൈവിക ശക്തി കൃപയാൽ എനിക്ക് വേണ്ടി അത് ചെയ്തു. സ്കോഫീൽഡിൻ്റെ വാക്കുകളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, സ്വന്തം കഴിവ് കൊണ്ട് മാറ്റുവാൻ കഴിയാത്തതും നിത്യജീവൻ നഷ്ടമായി പോകുവാൻ ഇട വരുത്തുന്നതുമായ ഏതെങ്കിലും കുറവുകൾ അഥവാ പാപ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി യേശുവിനോട് നിലവിളിക്കൂ. എത്രയും വേഗം നിത്യനാശത്തിൽ നിന്നും ഓടി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിക്കൂ. കാരണം നരകം എന്നത് ഒരു തമാശയല്ല. ദൈവന്മാരെ നരകത്തിൽ തള്ളിക്കളയുകയില്ല. എന്നാൽ നാം ആരുടെ അവകാശമാണെന്നത് അനുസരിച്ചാണ് നിത്യത ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയാണ്. സഹോദരൻ മൂട എന്ന് പറഞ്ഞാൽ ആ നിമിഷം സാത്താൻ്റെ ദാസനാവുകയാണ്. സാത്താൻ എവിടെ പോകുമോ അവിടെ നമുക്ക് പോകുവാൻ കഴിയൂ. എന്നാൽ യേശുവിനെ അനുസരിച്ചുകൊണ്ട്, യേശുവിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം വസിച്ചാൽ ഒരു ശിക്ഷാവിധിയും നമുക്കുണ്ടാവുകയില്ല. ആകയാൽ നമുക്ക് പാപത്തെ വെറുത്ത് പുതിയ സൃഷ്ടിയായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതൃത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി എങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ അലയുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. സന്തോഷമില്ലാത്ത വ്യക്തികൾക്ക് സന്തോഷം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. ഏതെങ്കിലും വ്യക്തികൾ ജീവിതം മതി എന്ന് ചിന്തിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് പ്രത്യാശ കൊടുത്ത് അങ്ങ് അവരെ വീണ്ടും ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ അങ്ങ് വളർത്തണമേ.
പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.